Second chapter, electric potential and capacitance. എന്താണ് potential at a point? It is the work done in moving a unit positive charge from infinity to the point without any acceleration. ആക്സിലറേഷൻ ഇല്ലാതെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ എത്ര വർക്കാണോ ആവശ്യമായിട്ടുള്ളത് ആ വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. എസ് ഐ യൂണിറ്റ് വോൾട്ട് ആണ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലർ ക്വാണ്ടിറ്റി. ഇനി പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷനാണിത്. ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. ഇതിൽ ഡി വി ബൈ ഡി ആറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. അപ്പോൾ നമുക്ക് പറയാം നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഈസ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അത് കണ്ടെത്താനുള്ള ജനറൽ ഫോമുല ഇതാണ്. വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ ഇ ഡി ആർ. ഇത് പൊട്ടൻഷ്യൽ കാണാനുള്ള ഒരു ഫോമുലയാണ്. ഇതിൽ ഇക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇക്വേഷനായിട്ട് മാറും. മൈനസ് ഇൻറ്റഗ്രൽ ഈ ഇക്ക് പകരം ഈ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. ഈ ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഇതാണ്. വി ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ. ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിൻ്റെ ഡെറിവേഷൻ. അടുത്തത് കപ്പാസിറ്റൻസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് കപ്പാസിറ്റൻസ് പറയുന്നത്. സോ ചാർജ് ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ വി, or Q is equal to a constant C into V, or C is equal to Q by V. ഇതിൽ കോൺസ്റ്റൻറ്റ് സീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിൻ്റെ എസ് ഐ യൂണിറ്റ് ഏതാണ്? ഫാരഡ് ആണ്. 1 ഫാരഡ് ഇസ് ഈക്വൽ ടു 1 കൂളം ബൈ 1 വോൾട്ട്. ഇനി എന്താണ് കപ്പാസിറ്റർ? അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ആൻ അറേഞ്ച്മെൻറ്റ് ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് 2 മെറ്റൽ പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. 2 മെറ്റൽ പ്ലേറ്റ്സിനെ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് 2 മെറ്റൽ പ്ലേറ്റ്സ് ആണ്. ഇറ്റ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. 1 ഈസ് ചാർജ്ഡ് ആൻഡ് ദ അതർ ഈസ് എർത്ത്. ഒന്ന് ചാർജ് ചെയ്തിട്ടുണ്ട്, മറ്റേനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എർത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ നോക്കാം. When an earth connected conductor is placed near a charged conductor, the capacitance of the charged conductor can be increased. ഇതൊരു എർത്ത് കണക്റ്റഡ് കണ്ടക്ടറാണ്. ഈ എർത്ത് കണക്ടറുടെ അടുത്തായിട്ട് ഒരു ചാർജ്ഡ് കണ്ടക്ടർ കൊണ്ടുവച്ചാൽ ഈ ചാർജ്ഡ് കണ്ടക്ടറുടെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് ഇൻക്രീസ് ചെയ്യും. അതായത് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. അപ്പോൾ വെൻ എൻ എർത്ത് കണക്റ്റഡ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് നിയർ എ ചാർജ്ഡ് കണ്ടക്ടർ, ദ കപ്പാസിറ്റൻസ് ഓഫ് ദി ചാർജ്ഡ് കണ്ടക്ടർ ക്യാൻ ബി ഇൻക്രീസ്ഡ്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. കപ്പാസിറ്റൻസ് കാണാനുള്ള ഫോമുല നമുക്കറിയാം. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഇതിൽ ക്യൂവിന് പകരം എ സിഗ്മ എന്ന് നമ്മൾ ഗോസ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്നുള്ളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് രണ്ടിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. നമ്മൾ ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു ക്യൂവിന് പകരം എ സിഗ്മ കൊടുത്തു. അതുപോലെ തന്നെ വിക്ക് പകരം എന്ത് കൊടുത്തു? ഇ ഇൻറ്റു ഡി കൊടുത്തു. നമ്മൾ ഗോസ് തിയറത്തിലെ സെക്കൻഡ് അപ്ലിക്കേഷനിൽ ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിൻ്റെ 2 പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജുകൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക് പകരം നമ്മൾ സിഗ്മ ബൈ എപ്സിലോൺ 0 കൊടുക്കുന്നു. അപ്പോൾ സിഗ്മ ക്യാൻസൽ ചെയ്തു. എപ്സിലോൺ 0 നേരെ മുകളിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി? എപ്സിലോൺ 0 എ ബൈ ഡി. അപ്പോൾ സി കാണാനുള്ള ഫോമുല ഏതാണ്? കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ C is equal to epsilon 0 A by D. നമ്മളോട് ചിലപ്പോൾ ചോദിക്കുക എന്തോന്ന്, ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എഴുതാം. എപ്സിലോൺ 0നെ എനെ ഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനിടയിൽ ആ പ്ലേറ്റുകൾക്കിടയിലായിട്ട് ഒരു ഡൈഇലക്ട്രിക് മീഡിയം നമ്മൾ വെക്കുകയാണെങ്കിൽ ഇക്വേഷനിൽ എന്ത് മാറ്റാണ് വരിക നോക്കാം. ഇക്വേഷൻ ഇങ്ങനെ മാറി. C is equal to epsilon 0 epsilon r A by D. ഇതിൽ ഒരു ടേം അഡീഷണൽ ആയിട്ട് വന്നു, എപ്സിലോൺ ആർ. എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. അടുത്തത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. 3 കപ്പാസിറ്റേഴ്സ് C1 C2 C3 സീരീസ് ആയിട്ട് ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു ടു എ വോൾട്ട് V. ഈ വോൾട്ടേജ് 3 വോൾട്ടുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. V1 V2 V3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3.
നമ്മൾ നേരത്തെ ഒരു ജനറൽ ഫോമുല പഠിച്ചിരുന്നു Q ഈസ് ഈക്വൽ ടു സി വി എന്നുള്ളത്. അതിൽ നിന്ന് V ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി എന്ന് നമുക്ക് എഴുതാം. നമ്മൾ ഇക്വേഷൻ എങ്ങനെയായി? V ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. അതുപോലെ തന്നെ V1 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ C1, V2 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ C2, V3 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ C3. ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിലുള്ള എല്ലാറ്റിലും ചാർജ് സെയിം ആയിരിക്കും. അതാണ് ഇവിടെ ചാർജ് സെയിം ആയിട്ട് വരുന്നത്. എല്ലാറ്റിനും നമുക്ക് ക്യൂ കട്ട് ചെയ്താൽ 1 ബാക്കി റിമൈൻ ചെയ്യുക. സോ വി ക്യാൻ റൈറ്റ് 1/c ഈസ് ഈക്വൽ ടു 1/c1 പ്ലസ് 1/c2 പ്ലസ് 1/c3. ഇതാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയുകയാണ് ചെയ്യുക. ഇനി നമ്മൾ n കപ്പാസിറ്റേഴ്സ്, ഇവിടെ 3 ഉള്ളത്, അതിന് പകരം n കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി ഡാഷ് ഇസ് ഈക്വൽ ടു കാണാനുള്ള ഫോമുല എന്താണ്? C/n. ഇനി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഗർ ഇതാ 3 കപ്പാസിറ്റേഴ്സ് C1ഉം C2ഉം C3യും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ടു എ പൊട്ടൻഷ്യൽ V. ഇവിടെ ചാർജ് ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ചാർജ് Q സ്പ്ലിറ്റ് ആയിട്ട് Q1, Q2, Q3 ആയിട്ട് മാറി. നമ്മൾ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. നമ്മൾ പഠിച്ചിട്ടുണ്ട് Q ഈസ് ഈക്വൽ ടു CV എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? CV ഈസ് ഈക്വൽ ടു C1V പ്ലസ് C2V പ്ലസ് C3V. ഇത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിലിടയിലുള്ള വോൾട്ടേജ് എല്ലാറ്റിൻ്റെയും സെയിം ആയിരിക്കും. അതേതാണ്? V ആണ് വരുന്നത്. എല്ലാറ്റിനും V കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ കപ്പാസിറ്റേഴ്സിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. ഇനി n കപ്പാസിറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി ഡാഷ് ഇസ് ഈക്വൽ ടു ഏതാണ് വരുന്നത്? n/c എന്നാണ് വരുന്നത്. അടുത്തത് എനർജി ഓഫ് എ കപ്പാസിറ്റർ. എന്താ എനർജി നോക്കാം. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ചാർജിങ് ദ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വർക്കാണോ ആവശ്യമായിട്ടുള്ളത് അതിനെയാണ് എനർജി എന്ന് പറയുന്നത്. ഇനി എനർജി കാണാനുള്ള ഫോമുല വർക്ക് ഡൺ ആണ്. വർക്ക് ഡണ്ണിന് നമ്മൾ ഇൻ്റഗ്രൽ V/dq എന്ന് കൊടുക്കാം. പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്, അതാണ് വർക്ക് ഡൺ വരുന്നത്. ഇനി വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? Q/c നമ്മൾ പഠിച്ചതാണ്. ഈ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ Q/c ഇൻറ്റു dq. ഇത് നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. ഇസ് ഈക്വൽ ടു Q²/2c ആണ്. അപ്പോൾ എനർജി ഓഫ് എ കപ്പാസിറ്റർ കാണാനുള്ള ഒരു ഫോമുല നമുക്ക് കിട്ടി Q²/2c. നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു CV ആണെന്ന്. അപ്പോൾ ഇവിടെ Q² പകരം നമുക്ക് എന്ത് കൊടുക്കാം? C²V² കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി? E ഈസ് ഈക്വൽ ടു C²V²/2c. ഒരു CC കട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടി? ½ CV² കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ സിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? Q/V കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഇവിടെ Q²/2 അതുപോലെ ഉണ്ട്, Q²/2 ഉണ്ട്, ബൈ C ആണ്. അപ്പോൾ ബൈ Q/V എന്ന് പറഞ്ഞാൽ V/Q ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു Q കട്ട് ചെയ്ത് പോകും. അപ്പോൾ എന്ത് കിട്ടി? ½ QV. അപ്പോൾ ഇവിടെ നോക്കുക, എനർജിക്ക് 3 ഫോമുല നമ്മൾ പഠിച്ചു. E ഈസ് ഈക്വൽ ടു Q²/2c, ½ CV², ½ QV. അപ്പോൾ 3 നമ്മൾ ഒന്നിച്ചെഴുതി. E ഈസ് ഈക്വൽ ടു Q²/2c ഈസ് ഈക്വൽ ടു ½ CV² ഈസ് ഈക്വൽ ടു ½ QV. അപ്പോൾ ഈ ½ CV² നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് എനർജിക്ക് വേണ്ടിയിട്ട്. ഇനി എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൻ്റെ എനർജി ഡെൻസിറ്റി നമുക്ക് നോക്കാം. എന്താണ് എനർജി ഡെൻസിറ്റി? എനർജി ഡെൻസിറ്റി പറഞ്ഞാൽ എനർജി ബൈ വോളിയാണ്. എനർജിയുടെ ഫോമുല ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ്. ½ CV² എന്നുള്ളതാണ് എനർജിയുടെ ഫോമുല ബൈ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ വാല്യൂ നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ C എന്ന് പറഞ്ഞാൽ ε0 A/d ആണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ. അപ്പോൾ സിക്ക് പകരം നമ്മൾ ε0 A/d കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു ഈ സിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? ε0 A/d. പിന്നെ ബാക്കിയുള്ള ഏതാ? V²/AD ആണ്. അത് അതുപോലെ കൊടുത്തു. A കട്ട് ചെയ്തു. D ഇൻറ്റു D² ആണ്. നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ½ ε0 ഇൻറ്റു V² താഴെ എന്ത് കിട്ടി? D². ഈ V/d എന്ന് പറഞ്ഞാൽ നമ്മൾ E എന്ന് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിരുന്നു. E ഈസ് ഈക്വൽ ടു V ഇൻറ്റു D എന്ന് പഠിച്ചിരുന്നു. സോറി, V ഈസ് ഈക്വൽ ടു E ഇൻറ്റു D എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ V/d ഈസ് ഈക്വൽ ടു നമുക്ക് E എന്ന് എഴുതാം. അപ്പോൾ V²/d² ഈസ് ഈക്വൽ ടു E² എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ? V/d ഈസ് ഈക്വൽ ടു E ആണ്. അപ്പോൾ എനർജി ഡെൻസിറ്റിക്കുള്ള ഇക്വേഷൻ കിട്ടി ½ ε0 E². ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് എനർജി ഡെൻസിറ്റിയുടെ ഫോമുല മാത്രമായിട്ട് ചോദിച്ചിരുന്നു. ഡെറിവേഷനും ചോദിച്ചിട്ടുണ്ട്, ഫോമുല മാത്രമായിട്ടും ചോദിച്ചിരുന്നു. ഇനി നമ്മൾ QV ഗ്രാഫ് ഓഫ് എ കപ്പാസിറ്റർ, ഒരു കപ്പാസിറ്ററിൻ്റെ QV ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇത് V X ആക്സിസിൽ, അതുപോലെ തന്നെ Q നമ്മൾ Y ആക്സിസിൽ വരച്ചു. അപ്പോൾ ഏരിയ ഓഫ് ദി ഗ്രാഫ് നമുക്ക് എനർജിയാണ് തരുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്.
ഏരിയ നമ്മൾ കാണുന്നു. ഏരിയ എന്ന് പറയുന്ന സമയത്ത് ഇതാ ഈ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അതൊരു ട്രയാങ്കിളാണ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളായി. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോമുല നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഹാഫ് ക്യൂ വി, ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഭാഗം ക്യൂ ആണ്, ഒരു ഭാഗം വി ആണ്. അപ്പോൾ നമുക്ക് ഹാഫ് ക്യൂ വി എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. അപ്പോൾ ക്യൂവിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, സി വി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി, എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സി വി ഇൻറ്റു വി, സി ഇൻറ്റു വി സ്ക്വയർ കിട്ടി. അപ്പോൾ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്താണ്, ക്യൂ വി ഗ്രാഫ് വരച്ചു, അതിൻ്റെ ഏരിയ നമുക്ക് എന്താ തരുന്നത്, എനർജിയാണ്. അപ്പോൾ ഗ്രാഫിൽ നിന്നും നമുക്ക് എനർജിക്ക് ഡിറൈവ് ചെയ്യാൻ, കപ്പാസിറ്ററിൻ്റെ എനർജി ഡിറൈവ് ചെയ്യാൻ പറ്റും.